അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇതാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ആരോപണം പുതിയതായി പറയുന്നത് ഇവരെ ആക്രമിച്ചു KSCB ഉദ്യോഗസ്ഥർ, ഈ ഉമ്മയെ ആക്രമിച്ചു, ഉമ്മയെ പിടിച്ച് തള്ളി താഴെയിട്ടു, ഒപ്പം ഈ മക്കൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അവരെ ഓഫീസിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുന്നു അല്ലേ? തീർച്ചയായും. പക്ഷേ ആ ടെസ്റ്റുകളിലൊന്നും അതിലൊന്നും അല്ല കൂടുതൽ ഊന്നൽ നൽകേണ്ടതെന്നു. കാരണം അജ്മലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രതികരണം അങ്ങേയറ്റം മോശകരമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം സാധാരണഗതിയിൽ തന്നെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടാൽ പണമടച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിലാണ് ഇത് പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറേണ്ട ഒരു ആവശ്യവും ഉപഭോക്താവിനില്ല. കാരണം നിയമങ്ങൾ, ചട്ടങ്ങൾ അനുശാസിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് പിന്നീട് സ്വാഭാവികമായും ഒരു വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥനോട് അപമര്യാദയെ പെരുമാറിയാൽ അവരത് പരാതി നൽകും. അത് ഉന്നത തലത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറപ്പെടും. ഉപഭോക്താവിനെതിരെ പരാതി ലഭിച്ചാൽ പോലീസ് കേസെടുക്കുകയും ചെയ്യും. ഈ കേസെടുത്ത ശേഷം ഇത് മാധ്യമങ്ങളിൽ വന്നു, അല്ലെങ്കിൽ പത്രത്തിൽ വാർത്തയായി വന്നതാണ് അജ്മലിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ഇയാൾ അങ്ങേയറ്റം പ്രകോപനപരമായാണ് പിന്നീട് ഈ KSCB ഓഫീസിൽ വന്ന് പെരുമാറിയതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. മലിനജലം ഉദ്യോഗസ്ഥരുടെ ദേഹത്തൊഴുക്കി അവരെ കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ അങ്ങേയറ്റം മോശകരമായ പ്രവണതയാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഉപഭോക്താവ് നടത്തിയ പെരുമാറ്റത്തിന് എന്തിന് വയോധികരായ അവരുടെ കുടുംബത്തോട് ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം KSCBയുടെ ഭാഗത്തുനിന്നും, അതായത് ഈ അജ്മൽ കാണിച്ച അതേ വികാരത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ KSCB ഈ പ്രതികാര നടപടി ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രായമായവരാണ്, അവർക്ക് രോഗബാധയുള്ളവരാണ്, അവരുടെ മരുന്നുകൾ സൂക്ഷിക്കുന്നുണ്ടാവാം ഒക്കെ. ആദ്യഘട്ടത്തിൽ അവർക്കൊരു പിഴവ് പറ്റി, കാരണം അവർ പണമടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി ഈ ബന്ധം വിച്ഛേദിച്ചു. പക്ഷേ പണമടച്ച് പുനഃസ്ഥാപിച്ച ബന്ധം പിന്നീട് എന്തിനു വീണ്ടും വിച്ഛേദിക്കുന്നു എന്ന കൃത്യമായ ചോദ്യം തന്നെയാണ് ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത്. അത് കൃത്യമായും മനുഷ്യാവകാശത്തിൽ അധിഷ്ഠിതമായ ചോദ്യവുമാണ്. കറണ്ട് കണക്ഷൻ പണമടച്ചാൽ റസാഖിന്റെ പേരിലുള്ള പണം അടച്ചു കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കേണ്ടത് KSCBയുടെ ബാധ്യതയാണ്. അത് പുനഃസ്ഥാപിച്ചു. പക്ഷേ മക്കൾ KSCB ഓഫീസിൽ പോയി എന്തെങ്കിലും അതിക്രമം നടത്തിയെന്ന പേരിൽ എന്തിന് ഈ കുടുംബത്തിന് ഇരുട്ടിലാക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ആ വിഷയത്തിൽ തന്നെ ഊന്നിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ അജ്മൽ ഇപ്പോൾ റിമാൻഡിലാണ്. റിമാൻഡിൽ കഴിയുന്ന അജ്മലിനോട് ഈ PDPP നിയമമൊക്കെ പ്രകാരം ഈ KSCBക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥയുണ്ട്. ആ പണം കെട്ടിവെച്ചാൽ മാത്രമേ, ഒരുപക്ഷെ ശക്തമായി വാദിച്ചാൽ അവർക്ക് ജാമ്യം പോലും ലഭിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ അത്തരം നിയമപരമായ നടപടിക്രമങ്ങളാണ് ഒരു നിയമാനുസൃതമായ സ്ഥാപനം എന്ന രീതിയിൽ അവർ കൈക്കൊള്ളേണ്ടത്. മറുവശത്ത് ഒരു സമ്മർദ്ദത്തിൽ ചെലുത്താം എന്ന രീതിയിൽ ഈ 3 ലക്ഷം രൂപ വരുത്തിയ നഷ്ടപരിഹാരം അടച്ചാൽ മാത്രമേ അവർക്ക് ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കൂ എന്നൊക്കെയുള്ള പിടിവാശി അങ്ങേയറ്റം മോശമാണ്. ആ പെരുമാറ്റത്തിൽ നിന്നും KSCB പിന്മാറണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. അല്പസമയം മുമ്പ് നമ്മോട് വനമന്ത്രി AK ശശീന്ദ്രൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് കേട്ട പോലെയാണ് സംഭവങ്ങൾ നടന്നതെങ്കിൽ തികച്ചും ദൗർഭാഗ്യകരമാണ്. വൈദ്യുതി മന്ത്രി എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇത് തന്നെയാണ് പൊതുജനവികാരം. ഒപ്പം മറുവശത്തൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിരവധി ആവശ്യങ്ങൾക്കായി ഒരുപക്ഷെ വീട്ടിലേക്ക് എത്താം. അത് നമ്മൾ നടത്തുന്ന നിയമലംഘനങ്ങൾക്കാവാം, വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിനാവാം. അത്തരം കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെങ്കിൽ അതാത് ഓഫീസുകൾ വഴിയാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണം നടത്തേണ്ടത്. മറിച്ച് ആ ഉദ്യോഗസ്ഥരെ തെറിവിളിക്കുക, കായികമായി കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. അജ്മലിന്റെ ഭാഗത്തു നിന്ന് പിഴവുണ്ട്, അതിനെ പ്രതിരോധിക്കുന്ന KSCBയുടെ ഭാഗത്തും ഇപ്പോൾ പിഴവുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കൂടി മാറുന്നത് ഈ പ്രായമുള്ള മാതാപിതാക്കൾ, അത് പിതാവിന്റെ പേരിലുള്ള ഒരു കണക്ഷനാണ്. അത് മക്കൾ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാം, സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് KSCB എന്തിനത് പ്രകോപിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. AK ശശീന്ദ്രൻ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. തിരുവമ്പാടി സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന് പറയുന്നു. വൈദ്യുതി മന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈദ്യുതി വകുപ്പ് മന്ത്രി തീർച്ചയായും ഈ കാര്യം ഗൗരവത്തിൽ പരിശോധിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാക്കി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു മാനുഷിക വശമല്ലേ അതെ, അദ്ദേഹം പരിശോധിക്കട്ടെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നത് പറഞ്ഞു കേട്ടതുപോലെയാണെങ്കിൽ ദൗർഭാഗ്യകരമാണ്. എന്തായാലും വൈദ്യുതി വകുപ്പ് മന്ത്രി അതിന് അനുയോജ്യനായ, അർഹമായ, പരിണതപ്രജ്ഞനായ, കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം. ആ കാര്യം പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ച് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് തിരുവമ്പാടി സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. നമുക്ക് മറ്റൊരു